എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പപ്പടം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പപ്പടമാണ് ഇതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഞാനിവിടെ ഒരു 8 പപ്പടം എടുത്തിട്ടുണ്ട്. 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. പപ്പടം ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. 20 ചെറിയുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. 10 വറ്റൽമുളക് ചതച്ചെടുത്ത കൂടി എടുത്ത് വെക്കണം. ഞാനിവിടെ പകുതി കശ്മീരി മുളകും പകുതി വറ്റൽമുളകും, എരിവുള്ള 5 മുളകും അതുപോലെ എരിവ് കുറഞ്ഞ കളറ് കൂടിയ കശ്മീരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും ഇതുപോലെ നല്ലതായിട്ട് ചതഞ്ഞ് കിട്ടിക്കോളും. കട്ട് ചെയ്ത് വെച്ച പപ്പടം നന്നായി ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ലതുപോലെ സാധാരണ പപ്പടം പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ അളവ് ഒരുപാട് കൂടണ്ട, 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം. മുളകും നല്ലതുപോലെ പച്ചമണം മാറി വഴണ്ട് വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പപ്പടമാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ പപ്പടത്തിന് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉള്ളിക്കും മുളകിനും ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടരുത്. ഇത് നല്ലതുപോലെ വഴണ്ട് നല്ല ക്രിസ്പി ആയി വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. തീ കൂട്ടി വെച്ച് വഴറ്റിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോവും. അതുപോലെ ഉള്ളി കറക്റ്റായി വഴണ്ട് വരികയില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് മാത്രം വഴറ്റി റെഡിയാക്കിയെടുക്കാം. വറുത്തെടുത്തിട്ടുള്ള പപ്പടത്തിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് കുറച്ച് പപ്പടം ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പൊതുവേ ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് പപ്പടം പൊടിച്ചു കൊടുക്കും. എല്ലാ പപ്പടവും പൊടിച്ചു കൊടുക്കാറില്ല. അപ്പോഴേക്കും കുറച്ച് പപ്പടം ആ ഒരു ഉള്ളി മുളകൊക്കെ ആയിട്ട് നല്ല മിക്സായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റിൽ പപ്പടം കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിനായാലും കഞ്ഞിക്കായാലും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ട്രൈ ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ റിട്ടൺ റെസിപ്പീസും സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ റെസിപ്പിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.